പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിലും കുറച്ചും കൂടെ യങ്ങർ ഏജിൽ വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും ഈ എപ്പിജനറ്റിക് ഫാക്ടേഴ്സ്, ഈ എൻവയറമെന്റൽ ഫാക്ടേഴ്സ്, ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് ശരിക്കും ഇപ്പോൾ നമുക്ക് യങ്ങർ ഏജ് ഉള്ള ആൾക്കാർക്ക് ഒരു മെസ്സേജായിട്ട് കൊടുക്കാൻ സാധിക്കുക? എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി അവർക്ക് അത് അറിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്യാമല്ലോ. യങ്ങർ ഏജിലുള്ളവരും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇടയ്ക്ക് PSA 40 കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചെയ്യണം. ഇപ്പം നമ്മളൊരു 35 എത്തുമ്പോൾ തന്നെ, ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് ഞാൻ പറയാം, എന്തെങ്കിലും സെമനിലോ അല്ലെങ്കിൽ യൂറിനിലോ എല്ലാം പസ് കാണോ അല്ലെങ്കിൽ യൂറിനറി സിംറ്റംസ് എന്തെങ്കിലും കാണോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി PSA നോക്കണം. പിന്നെ ഒരു പ്രാവശ്യം PSA നോക്കിയപ്പം ഇച്ചിരി കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിലും ചിലപ്പം PSA ഇത്തിരി കൂടിയെന്നിരിക്കാം. അപ്പം അവിടെ ഒരു ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും നിൽക്കുന്ന സ്ഥലം അവിടെ ക്യാൻസർ വളരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ ഒബേസ് ആണോ, ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ, ഒബേസിറ്റിയും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളും ഒക്കെ സ്ഥിരം അസുഖങ്ങളാണല്ലോ, ലൈഫ് സ്റ്റൈൽ ഡിസീസിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണല്ലോ. ഇതൊക്കെ നമുക്ക് മനസ്സ് വെച്ചാൽ നമുക്കത് തിരിച്ചാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചു വരുന്നത് നമുക്ക് വിതിൻ 3 months നമുക്കിത് കാണാം. 3 months ഒന്നും വേണ്ട. ഡയബറ്റീസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യും. അപ്പോൾ ഒത്തിരി മരുന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തന്നെ ചെയ്ത് കഴിയാൻ തന്നെ നോക്കാൻ പറ്റിയില്ല എന്നിരിക്കും. അപ്പോഴാണ് നമ്മളൊരു എക്സ്പേർട്ട് ഗൈഡൻസ് എടുത്തുകൊണ്ട് ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോടുകൂടി ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്ത് ഈ അസുഖങ്ങളിൽ നിന്ന് മാറാൻ നോക്കാം. മരുന്നില്ലാതെ, അസുഖമില്ലാതെ ജീവിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വരാതിരിക്കണം, ഒന്ന് നമ്മൾ ഇങ്ങനത്തെ അസുഖങ്ങളുള്ള ഒബേസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്തെങ്കിലും വന്ന് അത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് അത് തിരിച്ച് മരുന്നില്ലാതെ ഇതെല്ലാം നോർമലാക്കാൻ പറ്റണം. അത് സാധിക്കുന്നതേ ഉള്ളൂ. അതിന് സ്വയം സാധിക്കുന്നില്ലെങ്കിൽ അതിന് സപ്പോർട്ട് എടുക്കുക. പിന്നെ PSA ഒരു 35 ആയി കഴിയുമ്പോൾ തന്നെ നോക്കി തുടങ്ങുക. ഈവൻ 30ക്ക് നോക്കുന്നതിന് പോലും തെറ്റില്ല. കാരണം അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും അല്ല, വലിയ ഇതൊന്നും അല്ല. നമുക്കൊന്ന് നോക്കിയാൽ നമുക്കറിയാമല്ലോ. പിന്നെ വൺസ് ഇൻ എ ഇയർ എങ്കിലും PSA നോക്കുക. അതുപോലെ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ അബ്ഡോമൻ എടുക്കുക. കാരണം അത്രയധികം ഇൻഫർമേഷൻ കിട്ടാനും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തൊരിതാണ്. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് മാത്രമല്ല, ഒരു ട്യൂമർ മാർക്കേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ എല്ലാ വർഷവും ചെയ്യുക. പിന്നെ ഇത് നോക്കുക, ഈ അൾട്രാസൗണ്ട് സ്കാനും ചെയ്യുക. പിന്നെ വെയിറ്റ് കൂടുന്നു കണ്ടു കഴിയുക, കുടവയറ് വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.